നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ ഒരു സെക്ഷനും കൂടെ നമുക്ക് ബാക്കിയുണ്ടായിരുന്നു, ഒരു ലാസ്റ്റ് കൺസെപ്റ്റ്. അതാണ് ഡിസൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മൾ റിക്വയർമെൻറ്റ്സ് മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് അനാലിസിസ് ക്ലാസ് തന്നെയാണ് നമുക്ക് റിക്വയർമെൻറ്റ്സ് മോഡൽ ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? പ്രോബ്ലം ഡൊമൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, യൂസർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള പ്രോബ്ലത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ഓഫ് ആൻ അനാലിസിസ് ക്ലാസ് ഈസ് റിലേറ്റീവ്ലി ഹൈ. അപ്പോൾ നമ്മൾ അതിലെടുക്കുന്ന അബ്സ്ട്രാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? ഹയർ ആണ് നമ്മൾ അനാലിസിസ് റിക്വയർമെൻറ്റ്സ് മോഡലിൽ എടുക്കുന്നത്. ആസ് ദ ഡിസൈൻ മോഡൽസ് ഇവോൾവ്സ് ദ സോഫ്റ്റ്വെയർ ടീം മസ്റ്റ് ഡിഫൈൻ എ സെറ്റ് ഓഫ് ഡിസൈൻ ക്ലാസ്സസ്. അപ്പോൾ റിക്വയർമെൻറ്റ്സ് മോഡലിൽ നിന്ന് അവിടെ നമ്മൾ അനാലിസിസ് ക്ലാസ് ആയിരുന്നു എടുത്തിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഡിസൈൻ മോഡൽ എന്നതിലേക്ക് ഇവോൾവ് ചെയ്ത് വന്നപ്പോൾ അവിടെ സോഫ്റ്റ്വെയർ ടീം യൂസ് ചെയ്യുന്നത് എന്താണ്? ഡിസൈൻ ക്ലാസ്സസ് ആണ്. Refine the analysis classes by providing design detail that will enable the classes to be implemented. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് അനാലിസിസ് ക്ലാസ്സിനെ ഒന്നും കൂടെ റിഫൈൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈനിങ് ആണ് ഏതിൽ വരുന്നത്? ഡിസൈനിങ് ക്ലാസ്സിൽ വരുന്നത്. അതാണ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് എ ന്യൂ സെറ്റ് ഓഫ് ഡിസൈൻ ക്ലാസ്സസ് ദാറ്റ് ഇംപ്ലിമെൻറ്റ് എ സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് സപ്പോർട്ട്സ് ദ ബിസിനസ് സൊല്യൂഷൻ. ബിസിനസ് സൊല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? കുറച്ച് പുതിയ സെറ്റ് ഓഫ് ക്ലാസ്സസ് ഡിസൈൻ ചെയ്യാണ് ഡിസൈൻ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻ ക്ലാസ്സസ് ആണുള്ളത് ഓരോ ലെയറിനെയും റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒന്ന് യൂസർ ഇൻ്റർഫേസ് ക്ലാസ്സസ്, പിന്നെ ബിസിനസ് ഡൊമൈൻ ക്ലാസ്സസ്, പ്രോസസ് ക്ലാസ്സസ്, പെർസിസ്റ്റൻ്റ് ക്ലാസ്സസ്, സിസ്റ്റം ക്ലാസ്സസ്. ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ആണുള്ളത്. User interface classes define all abstractions that are necessary for human computer interaction. ഹ്യൂമണും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഇൻ്ററാക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ അബ്സ്ട്രാക്ഷൻസും ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ്സിനെയാണ് യൂസർ ഇൻ്റർഫേസ് ക്ലാസ്സസ് എന്ന് പറയുക. ഹ്യൂമൺ കമ്പ്യൂട്ടർ ഇൻ്ററാക്ഷനെ HCI എന്ന് ഷോർട്ടാക്കിയിട്ട് പറയുന്നുണ്ട്, നോക്കി വെക്കുക. പിന്നെ ബിസിനസ് ഡൊമൈൻ ക്ലാസ്സസ് ആർ ഓഫൻ റിഫൈൻമെൻറ്റ്സ് ഓഫ് അനാലിസിസ് ക്ലാസ്സസ് ഡിഫൈൻഡ് ഏർലിയർ. നമ്മൾ റിക്വയർമെൻറ്റ്സ് മോഡലിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അനാലിസിസ് ക്ലാസ് ഇല്ലേ, അതിനെ റിഫൈൻ ചെയ്യുന്നതാണ് ഏത്? ബിസിനസ് ഡൊമൈൻ ക്ലാസ് എന്ന് പറയുന്നത്. റിഫൈൻ ചെയ്യുക പറഞ്ഞാൽ മാക്സിമം റിഡൻഡൻസിക്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു റിഫൈൻഡ് ക്ലാസ് ആക്കി മാറ്റുക. The classes identify the attributes and services that are required to implement some element of the business domain. അപ്പോൾ ഈ ഒരു ബിസിനസ് ഡൊമൈനിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആട്രിബ്യൂട്ടുകളും സർവീസുകളും മെത്തേഡ്സുകളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിലാണ്. പിന്നെ പ്രോസസ് ക്ലാസ് ആണ്. ഇംപ്ലിമെൻറ്റ് ലോവർ ലെവൽ ബിസിനസ് അബ്സ്ട്രാക്ഷൻസ് റിക്വയർഡ് ടു ഫുള്ളി മാനേജ് ദ ബിസിനസ് ഡൊമൈൻ ക്ലാസ്. ബിസിനസ് ഡൊമൈൻ ക്ലാസ്സിലുള്ള എല്ലാ ക്ലാസ്സുകളെയും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലോവർ ലെവൽ ബിസിനസ് അബ്സ്ട്രാക്ഷൻസ് ആണ് ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ പെർസിസ്റ്റൻ്റ് ക്ലാസ് ആണ്. റെപ്രസെൻറ്റ് ഡാറ്റ സ്റ്റോർസ്, അതായത് ഡാറ്റാബേസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് വിൽ പെർസിസ്റ്റ് ബിയോണ്ട് ദ എക്സിക്യൂഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ. പിന്നെ സിസ്റ്റം ക്ലാസ്സസ് ഇംപ്ലിമെൻറ്റ് സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഫങ്ഷൻസ് ദാറ്റ് എനേബിൾ ദ സിസ്റ്റം ടു ഓപ്പറേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്തിൻ ഇറ്റ്സ് കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ് ആൻഡ് വിത്ത് ദ ഔട്ട്സൈഡ് വേൾഡ്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ള എൻവിറോൺമെൻറ്റിൽ നിന്നും അതേപോലെ പുറത്തുള്ള വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ് അതേപോലെ കൺട്രോൾ ഫങ്ഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എവിടെയാണ്? സിസ്റ്റം ക്ലാസ്സസിലാണ്. അപ്പോൾ ഇങ്ങനെ 5 ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ആണുള്ളത്. ആസ് ദ ആർക്കിടെക്ചറൽ ഡിസൈൻ ഇവോൾവ്സ്, അപ്പോൾ ഇങ്ങനെ ആർക്കിടെക്ചറൽ ഡിസൈൻ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നതിൽ the software team should develop a complete set of attributes and operations for each design class. ഓരോ ഡിസൈൻ ക്ലാസ്സിനും അതിന് അനുസരിച്ചിട്ടുള്ള സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സും ഓപ്പറേഷൻസും സോഫ്റ്റ്വെയർ ടീം ഡെവലപ്പ് ചെയ്യണം. The level of abstraction is reduced as each analysis class is transformed into a design representation. അപ്പോൾ അബ്സ്ട്രാക്ഷൻ ലെവൽ എന്ന് പറയുന്നത് എന്ത് ചെയ്ത് വരികയാണ്? റിഡ്യൂസ് ചെയ്ത് വരികയാണ്. ഓരോ അനാലിസിസ് ക്ലാസ്സും ഡിസൈൻ റിപ്രസെൻറ്റേഷൻ ആയിട്ടും ട്രാൻസ്ഫോം ചെയ്യുമ്പോഴും അവിടെ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ എന്ത് ചെയ്യാണ്? റിഡ്യൂസ് ചെയ്ത് വരികയാണ്. ദാറ്റ് ഈസ് അനാലിസിസ് ക്ലാസ്സസ് റെപ്രസെൻറ്റ് ഒബ്ജക്ട്സ് using the jargon of business domain. Design classes present significantly more technical detail as a guide for implementation. അപ്പോൾ ഡിസൈൻ സ്റ്റെപ്പ് എന്ന് പിന്നീട് നമ്മൾ കയറാൻ പോകുന്ന ഫേസ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ ആ രീതിയിലുള്ള ടെക്നിക്കൽ ഡീറ്റെയിൽസ് എവിടെ വരും? ഡിസൈൻ ക്ലാസ്സസിൽ വരും.
The design classes must be reviewed to ensure that they are well formed which satisfy the following 4 characteristics. അപ്പോൾ ഈ ഡിസൈൻ ക്ലാസ്സസ് വെൽ ഫോംഡ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 4 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ്. ഡിസൈൻ ക്ലാസ് എന്തായിരിക്കണം? കംപ്ലീറ്റ് ആയിരിക്കണം. കംപ്ലീറ്റ് എൻക്യാപ്സുലേഷൻ ഓഫ് ഓൾ ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ദി ക്ലാസ്. എല്ലാ ആട്രിബ്യൂട്ടുകളും മെത്തേഡ്സും ഒക്കെ എൻക്യാപ്സുലേറ്റഡ് ആയിരിക്കണം, കംപ്ലീറ്റഡ് ആയിരിക്കണം. The property sufficiency ensures that the design class contains only those methods that are sufficient to achieve the intent of the class, no more or no less. ആ ഒരു ക്ലാസ്സിന് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ടുകളും മെത്തേഡ്സുകളും മാത്രം മതി ആ ക്ലാസ്സിൽ. അതിൽ കൂടുതലും വേണ്ട, അതിൽ കുറവും വേണ്ട. അതാണ് സഫീഷ്യൻ്റ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ പ്രിമിറ്റീവ്നെസ് ആണ്. Methods associated with a design class should be focused on accomplishing one specific function for the class. ആ ഒരു ക്ലാസ്സിൽ സ്പെസിഫിക് ആയിട്ട് ഒരു ഫംഗ്ഷനെ അക്കംപ്ലിഷ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വൺസ് ദ ഫംഗ്ഷൻ ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് വിത്ത് എ മെത്തേഡ് ദ ക്ലാസ് ഷുഡ് നോട്ട് പ്രൊവൈഡ് അനദർ വേ ടു അക്കംപ്ലിഷ് ദ സെയിം തിങ്. ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷനെ ഒരു ഫംഗ്ഷനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറൊരു രീതിയിൽ പിന്നെ അതിനെന്ത് ചെയ്യാൻ പാടില്ല, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പാടില്ല. അതാണ് പറയുന്നത്. ഒരു ക്ലാസ്സിൻ്റെ ഉള്ളത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഹൈ കൊഹഷൻ ആണ്. എ കൊഹസീവ് ഡിസൈൻ ക്ലാസ് ഈസ് സിംഗിൾ മൈൻഡഡ്. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ സ്മോൾ ഫോക്കസ്ഡ് സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റേതായിട്ടുള്ള സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. സിംഗിൾ മൈൻഡഡ്ലി അപ്ലൈസ് ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ടു ഇംപ്ലിമെൻറ്റ് ദോസ് റെസ്പോൺസിബിലിറ്റീസ്. ആ റെസ്പോൺസിബിലിറ്റീസ്ക്ക് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ആട്രിബ്യൂട്ടുകളും മെത്തേഡ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ലോ കപ്ലിംഗ് ആണ് അടുത്തത്. വിത്തിൻ ദ ഡിസൈൻ മോഡൽ ഇറ്റ് ഈസ് നെസസറി ഫോർ ഡിസൈൻ ക്ലാസ്സസ് ടു കൊളാബറേറ്റ് വിത്ത് വൺ അനദർ. ക്ലാസ്സുകൾ തമ്മിലുള്ള കൊളാബറേഷൻസ് വേണം. However, collaboration should be kept to an acceptable minimum. If a design model is highly coupled, all design classes collaborate with all other design classes. The system is difficult to implement, test and maintain over time. അപ്പോൾ കൂടുതൽ കപ്ലിങ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അവിടെ ഒരു ഡിസൈന് അതായത് ഒരു ക്ലാസ്സിൻ്റെ ഡിസൈനിങ്ങും മറ്റേ ക്ലാസ്സിൻ്റെ ഡിസൈനിങ്ങും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ് വരും, ഒരു ഇൻറ്റഗ്രേഷനാണ് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇംപ്ലിമെൻറ്റേഷനും ടെസ്റ്റിങ്ങും മെയിൻ്റനൻസൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് കീപ്പ് ചെയ്യണം? ലോ കപ്ലിങ് കീപ്പ് ചെയ്യണം, ഹൈ കൊഹഷൻ കീപ്പ് ചെയ്യണം. അടുത്തത് നമുക്ക് വേറൊരു സെക്ഷൻ വരുന്നത് ഡിസൈൻ മോഡലാണ്. Once the requirements document for the software to be developed is available, the software design phase begins. അപ്പോൾ നമുക്കറിയാം എപ്പോഴാണോ റിക്വയർമെൻറ്റ്സ് ഡോക്യുമെൻ്റ് റെഡി ആവുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ ഫേസ് എന്നുള്ളതിലെ ഒരു സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ഡിസൈൻ ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ദ പ്രോബ്ലം ഇൻ ടു എ സൊല്യൂഷൻ. ഒരു പ്രോബ്ലത്തിനെ ഒരു സൊല്യൂഷനാക്കി മാറ്റുന്ന ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഡിസൈനാണ്. ഡിസൈൻ ഫേസ് യൂസ് അപ്രോപ്രിയേറ്റ് സോഫ്റ്റ്വെയർ മോഡൽസ് ഫോർ എക്സ്പ്രസിങ് എ സോഫ്റ്റ്വെയർ ഡിസൈൻ. Usually some sort of abstract language or pictures are used to express the software design. അപ്പോൾ സോഫ്റ്റ്വെയർ ഡിസൈൻ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചില അബ്സ്ട്രാക്റ്റ് ലാംഗ്വേജോ അല്ലെങ്കിൽ പിക്ചേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. For object-oriented software, an object modeling language such as UML is used to develop and express the software design. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സോഫ്റ്റ്വെയറിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് മോഡലിംഗ് ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് UML ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? സോഫ്റ്റ്വെയർ ഡിസൈനെ റെപ്രസെൻറ്റ് ചെയ്യാം. യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് നമ്മൾ കുറേ ഡയഗ്രാംസ് പഠിച്ചില്ലേ, അതൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സോഫ്റ്റ്വെയർ ഡിസൈനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Software design is an iterative process through which requirements are translated into a blueprint for constructing the software. നമ്മളിത് നേരത്തെ പറഞ്ഞു, സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണ്. റിക്വയർമെൻറ്റ്സിനെ നമ്മളൊരു എന്താക്കി മാറ്റുകയാണ്, അതായത് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. Initially, the blueprint depicts a holistic view that reflects a high level of abstraction, which can be directly traced to the specific system objective. As design iterations occurs, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ഹൈ ലെവൽ അബ്സ്ട്രാക്ഷനിലായിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മളതിലിങ്ങനെ ഓരോ ഐട്രേഷൻസ് കഴിയുമ്പോഴും നമ്മളതിൽ കൂടുതൽ സ്പെസിഫിക്കേഷൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് ലോവർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആക്കി മാറ്റി പിന്നീട് അതിനെ ഡയറക്റ്റായിട്ട് കോഡാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈനിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഡയമെൻഷനിൽ നമുക്ക് ഡിസൈൻ മോഡലിനെ വ്യൂ ചെയ്യാൻ പറ്റും. ഒന്ന് പ്രോസസ് ഡെഫിനിഷനും രണ്ടാമത്തത് പ്രോസസ് ഡയമെൻഷനും രണ്ടാമത്തത് അബ്സ്ട്രാക്ഷൻ ഡയമെൻഷനും. അപ്പോൾ 2 രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും. പ്രോസസ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ
പ്രോസസ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദ എവല്യൂഷൻ ഓഫ് ഡിസൈൻ മോഡൽ ആസ് ഡിസൈൻ ടാസ്ക് ആർ എക്സിക്യൂട്ടഡ് ആസ് പാർട്ട് ഓഫ് ദ സോഫ്റ്റ്വെയർ പ്രോസസ്. അപ്പോൾ ഡിസൈൻ മോഡലിൻ്റെ എവല്യൂഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രോസസ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ ഭാഗമായി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഡിസൈൻ ടാസ്കുകൾ ഉണ്ടാവും. അതിലൂടെ നമുക്ക് ഡിസൈൻ മോഡലിനെ ഇവോൾവ് ചെയ്ത് വരാൻ പറ്റും. ഇങ്ങനെ അതായത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോസസ് ഡയമെൻഷനാണ്. അബ്സ്ട്രാക്ഷൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ്സ് ദ ലെവൽ ഓഫ് ഡീറ്റെയിൽ ആസ് ഈച്ച് എലമെൻറ്റ് ഓഫ് ദ അനാലിസിസ് മോഡൽ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ഡിസൈൻ ഇക്വാലൻ്റ് ആൻഡ് ദെൻ റിഫൈൻഡ് ഐട്രേറ്റീവ്ലി. അതായത് നമ്മൾ അനാലിസിസ് മോഡലിലുള്ള ഓരോ ഡീറ്റെയിൽസിനെയും നമ്മൾ എന്താക്കി മാറ്റും, ട്രാൻസ്ഫോം ചെയ്ത് ഒരു ഡിസൈൻ ആക്കി മാറ്റും, ഒരു ഡിസൈൻ ഇക്വാലൻ്റ് ആക്കി മാറ്റും. എന്നിട്ട് ഓരോ ഐട്രേഷൻസും ഈ ഡിസൈനിങ്ങിൽ കഴിയുന്നതിനനുസരിച്ച് അതിനെങ്ങനെ റിഫൈൻ ചെയ്തു വരും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അബ്സ്ട്രാക്ഷൻ ഡയമെൻഷനിലാണ്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് അതാണ്, ഡയമെൻഷൻസ് ഓഫ് ഡിസൈൻ മോഡൽ. അപ്പോൾ ഒരു സൈഡിൽ കാണാം പ്രോസസ് ഡയമെൻഷനും മറ്റേ സൈഡിൽ എന്താണ് അബ്സ്ട്രാക്ഷൻ ഡയമെൻഷനുമാണ്. അതിൽ അനാലിസിസ് മോഡലും ഡിസൈൻ മോഡലും ഒന്നൊന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അനാലിസിസ് മോഡലിൽ എന്തൊക്കെയാണ്? ക്ലാസ് ഡയഗ്രാം, അനാലിസിസ് പാക്കേജ്, CRC മോഡ്സ്, കൊളാബറേഷൻ ഡയഗ്രാം, ഡാറ്റ ഫ്ലോ ഡയഗ്രാം, കൺട്രോൾ ഫ്ലോ ഡയഗ്രാം, പ്രോസസ്സിംഗ് നരേറ്റീവ്സ്, ഇതെല്ലാം അനാലിസിസ് മോഡലിൽ വന്നു. അവിടെയൊക്കെ എന്താണ് ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ ലോ ലെവലിലേക്ക് ഡിസൈൻ മോഡലിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വരും: ഡിസൈൻ ക്ലാസ്, റിയലൈസേഷൻ, സബ്സിസ്റ്റം, കൊളാബറേഷൻ ഡയഗ്രാംസ്. അതിന് ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ ഒന്നുകൂടെ റിഫൈൻ ചെയ്തിട്ട് ഡിസൈൻ ക്ലാസ്, റിയലൈസേഷൻ, സബ്സിസ്റ്റം, കൊളാബറേഷൻ ഡയഗ്രാംസ് വരക്കും. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് നമ്മൾ അനാലിസിസ് റിക്വയർമെൻറ്റ് ക്ലാസ്സിലുള്ള റിക്വയർമെൻറ്റ്സിനും കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, അനാലിസിസ് മോഡലിൽ റെപ്രസെൻ്റ് ചെയ്തതാണ്. അതിനെ നമ്മൾ ഡിസൈൻ മോഡലിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ എന്ത് ചെയ്തു, ലോ ലെവൽ അബ്സ്ട്രാക്ഷനിലേക്ക് കൊണ്ടുവന്നു. അതിനെ ഒന്നും കൂടെ റിഫൈൻ ചെയ്തിട്ടുള്ളതാണ് താഴെ ആരോമാർക്കായിട്ട് ആർക്കിടെക്ചർ എലമെൻറ്റ്സ് എന്നുള്ളതിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തത് യൂസ് കേസസ്, ടെസ്റ്റ് യൂസ് കേസ് ഡയഗ്രാംസ്, ആക്ടിവിറ്റി ഡയഗ്രാംസ്, സ്വിം ലൈൻ ഡയഗ്രാംസ്, കൊളാബറേഷൻസ് ഡയഗ്രാംസ്, സ്റ്റേറ്റ് ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രത്തിനെ ലോ ലെവലിലേക്ക് വന്നപ്പോൾ എങ്ങനെ വന്നു? ടെക്നിക്കൽ ഇൻ്റർഫേസ് ഡിസൈൻ, നാവിഗേഷൻ ഡിസൈൻ, GUI ഡിസൈൻ എന്നുള്ള ഇതിലേക്ക് വന്നു. അത് ഇൻ്റർഫേസ് എലമെൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അടുത്തത് കമ്പോണൻറ്റ് ലെവൽ എലമെൻസിൽ വരുന്നത് ഏതൊക്കെയാണ്? ഈ പറഞ്ഞ എല്ലാത്തിനെയും വീണ്ടും ലോ ലെവലിലേക്കാക്കി മാറ്റി അതിനൊന്നും കൂടെ റിഫൈൻമെൻറ്റ് നടത്തിയിട്ടുള്ളതാണ് കമ്പോണൻറ്റ് ലെവലിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ലെവൽ എലമെൻസിൽ റിക്വയർമെൻറ്റ്സ്, കൺസ്ട്രെയിൻസ്, ഇൻ്ററോപ്പറബിലിറ്റി, ടാർഗറ്റ്സ് ആൻഡ് കോൺഫിഗറേഷൻ ഒന്നും കൂടെ ലോ ലെവലാക്കിയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിനൊന്നും കൂടെ റിഫൈൻ ചെയ്തിട്ട് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രത്തിലൂടെ റെപ്രസെൻ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള ഓരോ ഡിസൈൻസും നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുണ്ട്. ദ ഡാഷ്ഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ്, നമ്മൾ ആ ഡയഗ്രത്തിന് ഒന്നും കൂടെ പറയുന്നുണ്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ദ ഡാഷ്ഡ് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ ബൗണ്ടറി ബിറ്റ്വീൻ ദ അനാലിസിസ് ആൻഡ് ഡിസൈൻ മോഡൽസ്. അനാലിസിസ് മോഡലും ഡിസൈൻ മോഡലും തമ്മിലുള്ള ബൗണ്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡാഷ്ഡ് ലൈൻ ഉള്ളത്. ഇൻ സം കേസസ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ അനാലിസിസ് ആൻഡ് ഡിസൈൻ മോഡൽ ഈസ് പോസിബിൾ. ഇൻ അതർ കേസസ് ദ അനാലിസിസ് മോഡൽ സ്ലോലി ബ്ലെൻഡ്സ് ഇൻ ടു ദ ഡിസൈൻ ആൻഡ് എ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഈസ് ലെസ് ഒബ്വിയസ്. അപ്പോൾ ചില സിസ്റ്റത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു ബൗണ്ടറി കൊടുക്കാൻ പറ്റും അനാലിസിസും ഡിസൈൻ മോഡലും. പക്ഷേ ചില കേസിൽ നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു ബ്ലെൻഡിങ് വരും, ഒരു കൂടിച്ചേരൽ വരും ചില സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ. അപ്പോൾ അത് ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്ത സിസ്റ്റങ്ങളും ഉണ്ട്. The elements of the design model use many of the name UML diagrams that were used in the analysis model. അപ്പോൾ ഡിസൈൻ മോഡലിലും നമ്മൾ അനാലിസിസ് മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് UML ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. The difference is that these diagrams are refined and elaborated as part of design. അപ്പോൾ ഡിസൈൻ മോഡലിലേക്ക് ഈ ഡയഗ്രാംസ് എത്തുമ്പോൾ അതെന്തായിട്ട് മാറുകയാണ്? റിഫൈൻഡ് ആയിട്ട് മാറുകയാണ്. More implementation specific details such as architectural structure and style, components that reside within the architecture and interfaces between the components and with the outside world are all emphasized. അപ്പോൾ ആ രീതിയിലുള്ളൊരു റിഫൈൻമെൻറ്റ്, അതായത് അതിൻ്റെ കമ്പോണൻസ്, സ്ട്രക്ചർ, സ്റ്റൈല്, എല്ലാം അതായത് അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും തമ്മിലുള്ള ഒരു ചേഞ്ച് തന്നെ നമുക്ക് അനാലിസിസ് മോഡലിന് ഡിസൈൻ മോഡലിലേക്ക് കയറുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ 5 ഫേസസ് നമ്മൾ പറയുന്നുണ്ട്. ദ 5 ഡിസൈൻസ് ദ ഡിസൈൻ ഫേസ് പ്രൊഡ്യൂസേഴ്സ് ഏതൊക്കെയാണ്? ഡാറ്റ ഡിസൈൻ, ആർക്കിടെക്ചറൽ ഡിസൈൻ, ഇൻ്റർഫേസ് ഡിസൈൻ, കമ്പോണൻറ്റ് ലെവൽ ഡിസൈൻ, ഡിപ്ലോയ്മെൻറ്റ് ലെവൽ ഡിസൈൻ. അപ്പോൾ ഫസ്റ്റത്തത് ഡാറ്റ ഡിസൈൻ ആണ്.
ദ ഡാറ്റ ഡിസൈൻ സംടേംസ് റെഫേർഡ് ടു ആസ് ഡാറ്റ ആർക്കിടെക്റ്റിംഗ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ക്രിയേറ്റ്സ് എ മോഡൽ ഓഫ് ഡാറ്റ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് അറ്റ് എ ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അതായത് ഡാറ്റയുടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈനാണ് ഡാറ്റ ഡിസൈൻ. അത് ഹൈ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനിലാണ് ഉണ്ടായിരിക്കുക. അതായത് ഒരു യൂസറുടെ വ്യൂ ഓഫ് ഡാറ്റയിലാണ് ഉണ്ടായിരിക്കുക. ഡാറ്റ design transforms class models into design class realizations and the necessary data structures required to implement the software at a high level of abstraction. അപ്പോൾ ഈ ഡാറ്റ ഡിസൈൻ എന്ത് ചെയ്യും? ക്ലാസ് മോഡൽസിനെ ഡിസൈൻ ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. The objects and relationships defined in class diagram and the detailed data content depicted by class attributes and other notation provides the basis for data design action. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ ഡിസൈനിങ് നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ക്ലാസ് ഡയഗ്രമാണ്. ക്ലാസ് ഡയഗ്രത്തിലെ ഒബ്ജക്ട്സ്, റിലേഷൻഷിപ്സ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ക്ലാസ് ഡയഗ്രത്തിൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്കതിനെ കറക്റ്റായിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അതേപോലെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ, ബാക്കി നൊട്ടേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഡാറ്റ ഡിസൈനിങ് ആക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ അനാലിസിസ് പാക്കേജസ്, CRC മോഡ്സ് ഒക്കെ ഇതിൽ വരുന്ന ഭാഗമാണ് കേട്ടോ. ഇവിടെ ഒന്ന് ക്ലാസ് ഡയഗ്രത്തിൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. ദിസ് ഡാറ്റ മോഡൽ ഈസ് ദെൻ റിഫൈൻഡ് ഇൻ ടു പ്രോഗ്രസീവ്ലി മോർ ഇംപ്ലിമെൻറ്റേഷൻ സ്പെസിഫിക് റെപ്രസെൻറ്റേഷൻ. ഇതിനെ ഒന്നും കൂടെ റിഫൈൻ ചെയ്തിട്ട് കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് കൊണ്ടുവരികയാണ് റിഫൈൻമെൻറ്റിൽ ചെയ്യുന്നത്. പിന്നെ ആർക്കിടെക്ചറൽ ഡിസൈനാണ്. ആർക്കിടെക്ചറൽ ഡിസൈനിൽ ദ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഓഫ് എ കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഈസ് ദ സ്ട്രക്ചർ ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറിനെ ഡീൽ ചെയ്യുന്നതാണ്. വിച്ച് കംപ്രൈസ് സോഫ്റ്റ്വെയർ കമ്പോണൻസ്, ദ എക്സ്റ്റേണലി വിസിബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദിയസ് കമ്പോണൻസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദം. അപ്പോൾ ഇതിൽ വരുന്നത് സോഫ്റ്റ്വെയറിൻ്റെ കമ്പോണൻസ്, പുറത്തേക്ക് വിസിബിൾ ആവുന്ന കമ്പോണൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അവ തമ്മിലുള്ള റിലേഷൻഷിപ്സ്, ഇതൊക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്? ആർക്കിടെക്ചറൽ ഡിസൈനിലാണ്. ആർക്കിടെക്ചറൽ ഡിസൈൻ ഈസ് കൺസേൺഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഹൗ എ സോഫ്റ്റ്വെയർ സിസ്റ്റം ഷുഡ് ബി ഓർഗനൈസ്ഡ്. ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത്, ഈ സിസ്റ്റത്തിൻ്റെ ഓവറോൾ സ്ട്രക്ചർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എവിടെയാണ്? ആർക്കിടെക്ചറൽ ഡിസൈനിലാണ്. It defines the relationship between major structural elements of the software, the architectural styles and design patterns that can be used to achieve the requirements defined for the system. അപ്പോൾ ഇതിൽ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, അതേപോലെ അവ തമ്മിലുള്ള റിലേഷൻഷിപ്സ്, ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, ഡിസൈൻ പാറ്റേൺസ്, അതെല്ലാം കൺസ്ട്രെയിൻസ്, അതെല്ലാം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 3 സോഴ്സ് എന്നാണ് നമ്മൾ ആർക്കിടെക്ചറൽ മോഡൽ എന്ത് ചെയ്യുന്നത്? ഡിറൈവ് ചെയ്യുന്നത്. ഒന്ന്, ഇൻഫർമേഷൻ അബൌട്ട് ദ അപ്ലിക്കേഷൻ ഡൊമൈൻ ഫോർ ദ സോഫ്റ്റ്വെയർ ടു ബി ബിൽഡ് ചെയ്യേണ്ട സോഫ്റ്റ്വെയറിൻ്റെ ഇൻഫർമേഷൻ. അതെവിടെ നിന്ന് കിട്ടും? അപ്ലിക്കേഷൻ ഡൊമൈനിൽ നിന്ന് കിട്ടും. അടുത്തത് specific requirements model elements such as classes, their relationships and collaborations for the problem at hand. Specific requirements അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്ലാസ്സസ്, റിലേഷൻഷിപ്സ്, പ്രോബ്ലംസ്, കൊളാബറേഷൻസ്, കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ആർക്കിടെക്ചറൽ മോഡൽ ഡിറൈവ് ചെയ്ത് വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ സാധനങ്ങളൊക്കെയാണ്. ദ അവൈലബിലിറ്റി ഓഫ് ആർക്കിടെക്ചറൽ സ്റ്റൈൽസ് ആൻഡ് പാറ്റേൺസ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈൽസ്, പാറ്റേൺസ്, പിന്നെ ക്ലാസ്സസ്, റിലേഷൻഷിപ്സ്, പിന്നെ അതേപോലെ ഇൻഫർമേഷൻസ്, അപ്ലിക്കേഷൻ ഡൊമൈനിനെ വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്. ഈ 3 സോഴ്സസ് നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കിടെക്ചറൽ മോഡല് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അടുത്ത് പറയുന്നത് ഇൻ്റർഫേസ് ഡിസൈൻ ആണ്. ഇൻ്റർഫേസ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ? the interface design for software depict information flows into and out of the system. സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കും സിസ്റ്റത്തിൻ്റെ പുറത്തേക്കുള്ള ഇൻഫർമേഷൻ ഫ്ലോ അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കമ്പോണൻസുമായിട്ട് എന്നുള്ളതാണ് ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അവിടെ 3 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഇൻ്റർഫേസ് ഡിസൈൻ ആണുള്ളത്. ഒന്ന് UI യൂസർ ഇൻ്റർഫേസ്, രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഇൻ്റർഫേസ്, അതായത് മറ്റുള്ള സിസ്റ്റത്തിലേക്ക്, ഡിവൈസിലേക്ക്, നെറ്റ്വർക്കിലേക്കൊക്കെ ഉള്ളതാണ് എക്സ്റ്റേണൽ ഇൻ്റർഫേസ് എന്ന് പറയുക. മൂന്നാമത്തേത് ഇൻറ്റേർണൽ ഇൻ്റർഫേസസ് ബിറ്റ്വീൻ വാരിയസ് ഡിസൈൻ കമ്പോണൻസ്. ഒരുപാട് ഡിസൈൻ കമ്പോണൻസുകൾ തമ്മിലുള്ള ഇൻറ്റേർണൽ ഇൻ്റർഫേസുകളും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഡിസൈൻ ഇൻ്റർഫേസിൽ 3 എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്.
അപ്പോൾ ഇവിടെ ഈ ഇൻ്റർഫേസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് ഈ പറഞ്ഞിട്ടുള്ള 3 ഇൻ്റർഫേസുകളിലൂടെയും. പിന്നെ UI ഡിസൈന്, അതായത് യൂസർ ഇൻ്റർഫേസ്, അതിനെ നമ്മൾ യൂസബിലിറ്റി ഡിസൈൻ എന്നും കൂടെ പറയും. അതിൽ ഇൻകോർപ്പറേറ്റ് ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഈസ്തെറ്റിക് എലമെൻറ്റ്സ് ആണ്, അതായത് ലേ ഔട്ട്, കളറ്, ഗ്രാഫിക്സ്, ഇൻ്ററാക്ഷൻ മെക്കാനിസംസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പിന്നെ എർഗോണമിക് എലമെൻറ്റ്സ്, അതിൽ വരുന്നത് ഇൻഫർമേഷൻ ലേ ഔട്ട്, പ്ലേസ്മെൻറ്റ്, മെറ്റാഫേഴ്സ്, UI നാവിഗേഷൻസ്, യൂസർ ഇൻ്റർഫേസ് നാവിഗേഷൻസ് ഒക്കെ. അപ്പോൾ ഇതിൽ പിന്നെ എർഗോണമിക് എലമെൻറ്റ്സ് ഉണ്ട്, ഇൻഫർമേഷൻ ലേ ഔട്ട്, മെറ്റഫേഴ്സ്, പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇൻഫർമേഷൻ പ്ലേസ്മെൻറ്റൊക്കെ ഈ ഒരു എലമെൻറ്റിലാണ് വരിക. പിന്നെ ടെക്നിക്കൽ എലമെൻറ്റ്സ്, UI പാറ്റേൺസ്, റീയൂസബിൾ കമ്പോണൻസ് ഒക്കെ ഈ ഒരു എലമെൻറ്റിലാണ് വരിക. അപ്പോൾ ഈ രീതിയിലാണ് ഏത് വരുന്നത്, യൂസർ ഇൻ്റർഫേസ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ദ ഡിസൈൻ ഓഫ് എക്സ്റ്റേണൽ ഇൻ്റർഫേസസ് റിക്വയേഴ്സ് ഡെഫിനിറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ എൻറ്റിറ്റി ടു വിച്ച് ഇൻഫർമേഷൻ ഈസ് സെൻഡ് ഓർ റിസീവ്ഡ്. അപ്പോൾ എക്സ്റ്റേണൽ ഇൻ്റർഫേസിൽ പറയുന്നത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, നമ്മൾ അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷനും റിസീവ് ചെയ്യുന്ന ഇൻഫർമേഷൻസിൻ്റെയൊക്കെ എൻറ്റിറ്റി ഇൻഫർമേഷൻസ് ഉണ്ടാവില്ലേ, അതായത് എൻറ്റിറ്റീസ് തമ്മിലുള്ള പാസേജിങ് ആണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഇൻ്റർഫേസിൽ പറയുന്നത്. ദ ഡിസൈൻ ഓഫ് എക്സ്റ്റേണൽ ഇൻ്റർഫേസ് റിക്വയേഴ്സ് ഡെഫിനിറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ എൻറ്റിറ്റി ടു വിച്ച് ഇൻഫർമേഷൻ ഈസ് സെൻഡ് ആൻഡ് റിസീവ്ഡ്. ആ എൻറ്റിറ്റിയിലേക്ക്, ഏത് എൻറ്റിറ്റിയിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, ഏതൊക്കെ എൻറ്റിറ്റീസുകൾ തമ്മിലാണോ ഇൻഫർമേഷൻ പാസിങ് നടക്കുന്നത് അതിൻ്റെ ഇൻഫർമേഷൻസ് ആണ് എക്സ്റ്റേണൽ ഇൻ്റർഫേസിൽ വരിക. In every case, this information should be collected during requirements engineering and verified once the interface design commences. അപ്പോൾ നമ്മൾ ഇത് റിക്വയർമെൻറ്റ്സ് എഞ്ചിനീയറിങ്ങിൽ നമ്മൾ ഇതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. വെരിഫൈ ചെയ്യുന്നത് എവിടെയാണ്? ഇൻ്റർഫേസ് ഡിസൈൻ വരുമ്പോഴാണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത് കമ്പോണൻറ്റ് ലെവൽ ഡിസൈൻ ആണ്. കമ്പോണൻറ്റ് ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിൻ്റെ സ്ട്രക്ചറൽ എലമെൻറ്റ്സിനെ പ്രൊസീജിയറൽ ഡിസ്ക്രിപ്ഷൻ ആക്കി മാറ്റുക, അതാണ് കമ്പോണൻറ്റ് ലെവൽ ഡിസൈനിൽ പറയുന്നത്. ദ കമ്പോണൻറ്റ് ലെവൽ ഡിസൈൻ ട്രാൻസ്ഫോംസ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ ഇൻ ടു ഒരു പ്രൊസീജിയറൽ ആക്കി മാറ്റുക. ഡിസ്ക്രിപ്ഷൻ ഓഫ് സോഫ്റ്റ്വെയർ കമ്പോണൻറ്റ്സ്. The component level design for software fully describes the internal detail of each software component. അപ്പോൾ ഇവിടെ സോഫ്റ്റ്വെയർ കമ്പോണൻറ്റിൻ്റെ ഓരോ എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓരോ കമ്പോണൻസിനും കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. To accomplish this, the component level design defines the data structures for all local data objects. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അതിലുള്ള ഓരോ ഡാറ്റ ഒബ്ജക്ട്സിൻ്റെയും ഡാറ്റ സ്ട്രക്ചേഴ്സ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നൊക്കെ ഉണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൽഗോരിതമിക് ഡീറ്റെയിൽ ഫോർ ഓൾ പ്രോസസ്സിംഗ് ദാറ്റ് ഒക്കേഴ്സ് വിത്തിൻ എ കമ്പോണൻറ്റ് ആൻഡ് ആൻ ഇൻ്റർഫേസ് ദാറ്റ് അലോസ് ആക്സസ് ടു ഓൾ കമ്പോണൻറ്റ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ കമ്പോണൻറ്റ് ഓപ്പറേഷൻസിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും. അതും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്, നമ്മളെ ഈ ഒരു ലെവൽ ഓഫ് ഡിസൈനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഒന്ന് ഡാറ്റ ഒബ്ജക്ട്സ്, ലോക്കൽ ഡാറ്റ ഒബ്ജക്ട്സിൻ്റെ ഡാറ്റ സ്ട്രക്ചർ, പിന്നെ അൽഗോരിതമിക് ഡീറ്റെയിൽസ്, പിന്നെ കമ്പോണൻറ്റ് ഓപ്പറേഷൻസ്, ഇൻ്റർഫേസ്, അതെല്ലാം ഏതിൽ കാണിക്കുന്നുണ്ട്, കമ്പോണൻറ്റ് ലെവൽ ഡിസൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മളെ UML ഡയഗ്രമാറ്റിക് ഫോമിൽ തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. കമ്പോണൻറ്റ് ലെവൽ ഡയഗ്രാം ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എ UML ആക്ടിവിറ്റി ഡയഗ്രാം ക്യാൻ ബി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് പ്രോസസ്സിംഗ് ലോജിക്ക്. ഇതിലൂടെ നമുക്ക് ഒരു പ്രോസസ്സിംഗ് ലോജിക്കിനെ നമുക്ക് ഇങ്ങനത്തെ ഒരു UML ആക്ടിവിറ്റി ഡയഗ്രാം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. Detailed procedural flow for a component can be represented using either pseudocode or some other diagrammatic form. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു പ്രൊസീജിയറൽ ഫ്ലോ, ആ ഒരു ലോജിക് ഫ്ലോ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്യൂഡോ കോഡ് യൂസ് ചെയ്യാം, ഒരു സാമ്പിൾ കോഡ്, അല്ലെങ്കിൽ നമുക്ക് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിട്ടോ ബോക്സ് ഡയഗ്രാം യൂസ് ചെയ്തിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ അൽഗോരിതമിക് സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്, നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ടാവില്ല, അതേ റൂൾ തന്നെയാണ് ഏതിൽ ഫോളോ ചെയ്യുന്നത്, അൽഗോരിതമിക് സ്ട്രക്ചറും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഡാറ്റ സ്ട്രക്ചർ, അൽഗോരിതമിക്, അതേപോലെ സ്യൂഡോ കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ കമ്പോണൻറ്റ് ലെവൽ ഡിസൈനിൽ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. മാറിയായിരുന്നോ?
പിന്നെ അടുത്ത് പറയുന്നത് ഡിപ്ലോയ്മെൻറ്റ് ലെവൽ ഡിസൈൻ ആണ്. ഡിപ്ലോയ്മെൻറ്റ് ലെവൽ ഡിസൈനിൽ പറയുന്നത് എന്താണ്? ഡിപ്ലോയ്മെൻറ്റ് ലെവൽ ഡിസൈൻ എലമെൻറ്റ്സ് ഇൻഡിക്കേറ്റ് ഹൗ സോഫ്റ്റ്വെയർ ഫങ്ഷനാലിറ്റി ആൻഡ് സബ് സിസ്റ്റംസ് വിൽ ബി അലൊക്കേറ്റഡ് വിത്തിൻ ദ ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ്. എങ്ങനെയാണ് നമ്മളെ സോഫ്റ്റ്വെയറുടെ ഫങ്ഷനാലിറ്റിയും സബ്സിസ്റ്റം ഒക്കെ നമ്മൾ ഫിസിക്കൽ കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റിൽ അലൊക്കേറ്റ് ചെയ്യുക, വെക്കുക എന്നുള്ളത്. അതായത് എങ്ങനെ അതിനെ ഡിപ്ലോയ് ചെയ്തു വെക്കും, അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് വിൽ സപ്പോർട്ട് ദ സോഫ്റ്റ്വെയർ ഡ്യൂറിങ് ഡിപ്ലോയ്മെൻറ്റ് ലെവൽ ഡിസൈൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രമാണ്. ഇൻ ഡിസ്ക്രിപ്റ്റർ ഫോം ഈസ് ഡെവലപ്ഡ് ഷോയിങ് ദ കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ്സ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ്സും സബ് സിസ്റ്റംസും ഫങ്ഷനാലിറ്റി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. In the descriptor form, the deployment diagram does not identify the specific computing environment. ഡിസ്ക്രിപ്റ്റർ ഫോമിൽ സ്പെസിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് നമ്മൾ അതിലേക്ക് വരികയാണ്. അതെങ്ങനെ വരുന്നത്? ദ ഡിസ്ക്രിപ്റ്റർ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം ഈസ് ദെൻ റിഫൈൻഡ്. ഈ ഡയഗ്രത്തിനെ നമ്മൾ വീണ്ടും റിഫൈൻ ചെയ്യും ഇൻ ടു ഇൻസ്റ്റൻസ് ഫോം. അതിനെന്താക്കി മാറ്റും? ഡിസ്ക്രിപ്റ്റർ ഫോമിനെ ഇൻസ്റ്റൻസ് ഫോം ആക്കിയിട്ട് മാറ്റും ഡ്യൂറിങ് ദ ലേറ്റർ സ്റ്റേജസ് ഓഫ് ഡിസൈൻ. അപ്പോൾ ഡിസൈനിങ്ങിന് ഇങ്ങനെ ഇവോൾവ് ആയി വരുന്നതിനനുസരിച്ച് ഡിസ്ക്രിപ്റ്റർ ഫോമിനെ നമ്മൾ ഇൻസ്റ്റൻസ് ഫോം ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യും. അതിലെന്ത് വരും? ടു ഇൻക്ലൂഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്പെസിഫിക് കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ്സ്. അതിലേക്ക് മാറുന്നതോടുകൂടി അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടിംഗ് എൻവിറോൺമെൻറ്റ്സ് ഏതാണ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് ഏതിൽ വരുന്നത്? ഡിപ്ലോയ്മെൻറ്റ് ലെവൽ ഡിസൈനിൽ വരുന്നത്.